നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും എല്ലാവരും ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞോണ്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഞാനും ഓർത്ത് ഇന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പോകാൻ എടുക്കുന്ന വേറെ അല്ല കേട്ടോ, മാളൂന് എക്സാമാ. അപ്പൊ അവളെ കൊണ്ട് എക്സാമിന് പോവാ. ഫസ്റ്റ് കുറച്ച് കോമ്പാക്ട് പൗഡർ ഇടുക, പിന്നെ സൺസ്ക്രീൻ ഇടണമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വലിയ വെയിലൊന്നും കാണത്തില്ലല്ലോ, ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പൊ വെറുതെ സൺസ്ക്രീൻ തീർത്ത് കളയണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ കോമ്പാക്ട് പൗഡർ തുടങ്ങി തിരികഴുകുന്ന സാധനം. പക്ഷെ അതിന് മൊനിയില്ല കൈസ്. ചെറുതായിട്ടൊന്നും എഴുതാൻ പറ്റത്തില്ല, കാരണം മുരുകൻ തീരെ ഇല്ല. ചെറുതായിട്ടില്ല, ഇത്രയൊക്കെ വരച്ചു കൊടുക്കാം, കുഴപ്പമില്ല. നാളെ നേരത്തെ റെഡി ആയിട്ട് ഇരിക്കട്ടെ. ഞാൻ ഒരു കണ്ട താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞു. ലിപ്സ്റ്റിക്ക് ഡാസ്ലറിന്റെ ഒരു ബ്രൗൺ കളറാണ്, ബ്രൗൺ. ഒത്തിരി ബ്രൈറ്റ് റെഡിനേക്കായാലും എൻ്റെ സ്കിന്നിന് ഇത് ചേരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡാർക്കായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ബ്രൗൺ കളർ ചേരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ ഒരു തോന്നലിൻ്റെ പുറത്താണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പറയണം അത് കൊള്ളാമോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കൊള്ളത്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ, അതായത് ഒത്തിരി വിലയില്ലാത്തത് അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇനി കണ്ണെഴുതണം. കണ്ണെഴുതുന്നത് തീർന്നു ഗൈസ്. അതിന് ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ അത് വെച്ചിട്ട് നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ വരയ്ക്കുക. ഇല്ല, ഇതിനകത്ത് വാങ്ങാൻ പോവാൻ സമയം കിട്ടിയില്ല ഗൈസ്. വാങ്ങാൻ പോവാൻ സമയം കിട്ടിയില്ല ശരിക്കും. പത്തനംതിട്ട ഒരു കടയുണ്ട് കേട്ടോ, സരിത എന്ന് പറഞ്ഞ ഫാൻസി. നല്ലത്, അവിടെ എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ എനിക്ക് പോകണം ഒരു ദിവസം അവിടെ. അപ്പം എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടാ. ഇത്രേ ഉള്ളൂ എൻ്റെ ഒരുക്കം. പൊട്ട് ഞാൻ അങ്ങനെ തൊടത്തില്ല ഗൈസ്. പൊട്ട് തൊട്ടാൽ എനിക്കൊരു അസ്വസ്ഥതയാണ്. ഇങ്ങനെ ഇവിടെ എന്തോ ഇരിക്കും പോലെ തോന്നും. പിന്നെ ഞാനിങ്ങനെ മൂക്കിങ്ങനെ അനക്കിക്കൊണ്ടേ ഇരിക്കും. അതിനേക്കാൾ നല്ല പൊട്ട് തൊടാത്തതല്ലേ. അതുകൊണ്ട് പൊട്ട് തൊടുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കം.